ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാമത്തെ ഏകദിന മത്സരത്തിൽ കിഡിലൻ സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി കളം നിറഞ്ഞപ്പോൾ ആവേശപ്പോരിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് വീഴ്ത്തി ഇന്ത്യ വിജയം സ്വന്തമാക്കി. വിരാട് കോഹ്ലിക്കൊപ്പം രോഹിത് ശർമ്മ കിഡിലൻ അർദ്ധ സെഞ്ചുറിയുമായി ഉറച്ച പിന്തുണയും നൽകി. അങ്ങനെ 349 എന്ന പടുകുറ്റൻ വിജയലക്ഷ്യമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ത്യ നൽകിയത്. എന്നാൽ മുൻനിര വീണിട്ടും പതറാതെ പൊരുതിയ ദക്ഷിണാഫ്രിക്ക 332 റൺസിൽ എല്ലാവരും പുറത്തായി. 17 റൺസിന്റെ ത്രില്ലിംഗ് വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത്. ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നായിരുന്നു. 16 പന്തിൽ 18 റൺസ് എടുത്ത ജയ്സ്വാൾ മടങ്ങി. എന്നാൽ രോഹിത് ശർമ്മ 51 പന്തിൽ 57 റൺസ് എടുത്ത കിടിലൻ ഒരു ഇന്നിംഗ്സ് ആണ് പുറത്തെടുത്തത്. തുടർന്ന് വന്ന വിരാട് കോഹ്ലി ആട്ടെ 120 പന്തിൽ 7 സിക്സിന്റെയും 11 ഫോറിന്റെയും സഹായത്തോടെ 135 റൺസ് എടുത്ത തന്റെ 52ാമത്തെ സെഞ്ചുറി തികച്ചു. ഗെയ്ക്വാദ് 8 റൺസോടെയും വാഷിംഗ്ടൺ സുന്ദർ 13 റൺസോടെയും മടങ്ങിയപ്പോൾ പിന്നീട് വന്ന KL രാഹുലും അർദ്ധ സെഞ്ചുറി പ്രകടനം പുറത്തെടുത്തു. 56 പന്തിൽ 60 റൺസാണ് നേടിയത്. രവീന്ദ്ര ജഡേജ 20 പന്തിൽ 32 റൺസ് എടുത്തപ്പോൾ ഹർഷ്ദീപ് സിംഗ് ഡക്കായിട്ട് മടങ്ങി. ഹർഷിത് റാണ 3 റൺസോടെയും കുൽദീപ് യാദവ് റണ്ണൊന്നും എടുക്കാതെയും പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ ജാൻസനും നാന്ദ്രെ ബെർഗറും കോർവിൻ ബോഷും ബാറ്റ്മാനും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ തുടക്കം വൻ തകർച്ചയോടെയായിരുന്നു. 11 റൺസ് എടുത്തപ്പോഴത്തേക്കും അവരുടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. ഏഡൻ മാർക്രം 7, റയാൻ റിക്കിൾട്ടൺ 0, ക്വിന്റൺ ഡീകോക്ക് 0 എന്നിവർ പെട്ടെന്ന് മടങ്ങി. എന്നാൽ മാത്യു പീറ്റ്സ്കെ 80 പന്തിൽ 72, ടോണി ഡിസോർസി 35 പന്തിൽ 39 എന്നിവർ ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. തുടർന്ന് ഡെവാൾഡ് ബ്രെവിസ് ഒരു വെടിക്കെട്ട് പ്രകടനം നടത്തി. 28 പന്തിൽ 37 റൺസ് അടിച്ചെടുത്തപ്പോൾ മാർക്കോ ജാൻസൺ ഒരു മാലപ്പടക്കം തന്നെ അവിടെ കൊളുത്തിവിടുകയായിരുന്നു. 39 പന്തിൽ 70 റൺസാണ് ജാൻസൺ അടിച്ചെടുത്തത്. കോർവിൻ ബോഷ് 51 പന്തിൽ 67 റൺസ് എടുത്തു. സുബ്രായനും ബെർഗറും 17 റൺസ് വീതമെടുത്ത് മടങ്ങിയപ്പോൾ ബാറ്റ്മാൻ റണ്ണൊന്നും എടുക്കാതെ പുറത്താകാതെ നിന്നു. അങ്ങനെ 49.2 ഓവറിൽ 332 റൺസിൽ ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ടായി. 17 റൺസിന്റെ വിജയം ഇന്ത്യ നേടിയെടുത്തു. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് 10 ഓവറിൽ 68 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേടിയപ്പോൾ ഹർഷിത് റാണ 3ഉം ഹർഷ്ദീപ് സിംഗ് 2 വിക്കറ്റ് നേടി. പ്രസിദ്ധ് കൃഷ്ണയാണ് 1 വിക്കറ്റ് നേടിയത്. അങ്ങനെ രോക്കോ സഖ്യത്തിന്റെ മികവിൽ ഒന്നാമത്തെ മത്സരം ജയിച്ച ഇന്ത്യ സീരീസിൽ 1-0 ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ.